സുഖു, ഇവിടെ വന്ന് കേറിയത് മുതൽ നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ടാ. ഈ ചുവരിനും കട്ടിലിനും ഒന്നും പഴയ മണം വിട്ടുപോയിട്ടില്ല. സ്മെൽ ഓഫ് ഗുഡ് ഓൾഡ് ഡേയ്സ്. ഇന്ന് രാത്രി കറണ്ട് പോയാൽ നമുക്ക് ഒരുമിച്ചൊന്ന് കൂണാളിയാ. നിനക്കിത് എന്ത് പറ്റി? സാർ വൈഫിനെ കുറിച്ച് ചോദിച്ചോ? ദേ, ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാരും ഒന്ന് കാണാൻ പോവാ. കുറച്ചു നേരത്തേക്കെങ്കിലും നീ നിന്റെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മറന്നേ പറ്റൂ. അതിന് തന്നെയാടാ ഞാനും ശ്രമിച്ചോണ്ടിരിക്കുന്ന. ആ എപ്പോ എത്തി? വന്ന് കയറിയതേ ഉള്ളൂ. കരഞ്ഞു കരഞ്ഞു കുഞ്ഞങ്ങ് തളർന്നു. പപ്പ എടുക്കാം. എന്ത് പറ്റി ചിക്കുന്? സ്ഥിരം വരാറുള്ളത് തന്നെ, ത്രോട്ട് ഇൻഫെക്ഷൻ. ഇതും വെച്ച് ദുബായിൽ നിന്ന് ഇവിടം വരെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, കേൾക്കണ്ടേ? ഫ്രണ്ട്ഷിപ്പിന്റെ ചൂടും ചൂരും ഒക്കെ ദുബായിലെ ശീതീകരിച്ച ക്ലാസ് റൂം പഠിച്ച് ഇവക്ക് മനസ്സിലാവോ? ഒടുക്കം പിടിച്ച് കെട്ടിയാ കൊണ്ടുവന്നത്. കില്ലോടി, ഞാൻ ഏതായാലും ഈ ഫ്ലോറിൽ തന്നെ റൂം കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരാം. ശരി. നമ്മുടെ കോശിയല്ലേ അത്? കണ്ടിട്ട് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പഴന്തുണി, നീ ആളാകെ മാറിപ്പോയല്ലോ. ഇത് സുഖു. നമസ്കാരം. ഇവന്റെ പഴയ കോലമൊക്കെ മാറി ആളങ്ങ് വൃത്തിയായി പോയി അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വാ ചോദിക്കട്ടെ. അളിയ, ഞാനിപ്പോ അവളെയും കിട്ടി അവിടെ അപ്പന്റെ എസ്റ്റേറ്റ് നോക്കി നടക്കുവാ. പഴയതൊന്നും പറഞ്ഞു ഭാര്യയുടെ മുമ്പിൽ നീ എന്റെ വില ഇടിക്കരുത്. ഭർത്താവിന്റെ പഴയ കോലം വേണമെങ്കിൽ കണ്ടോ. ആ പഹയനെല്ലാം തകർത്തു. വലിയ ബുദ്ധിജീവിയായിരുന്നു. ഫോട്ടോയ്ക്കൊന്നും പോസ്റ്റ് ചെയ്യുകയില്ല. പൈസ തല്ലിപ്പൊളി. ഇത് വെറും ഫോട്ടോ അല്ലേ അളിയാ? നിന്റെ മുഷിഞ്ഞ് നാറിയ ജുബയുടെ നാറ്റൊന്നും അറിയൂല. ഇത് തൊടുപുഴ MLA സതീശൻ കഞ്ഞിക്കുഴിയല്ലേ? എന്തൊക്കെ ആവശ്യപ്പെട്ട വിശേഷങ്ങള്? ഓ, നമുക്കൊക്കെ എന്തോ വിശേഷം. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. തന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പത്രത്തിലൂടെ വായിച്ചറിയുന്നുണ്ട്. ആ വാസു, നീ ഇപ്പൊ എന്നാ ചെയ്യുവാ? ഞാനിപ്പോ MLA പി ആണോ? നീ ഇപ്പോഴും എന്റെ വാല് തന്നെ ആന്നോ? വെറുതെ അല്ല വാലുവാസു എന്ന് വിളിച്ചോണ്ടിരുന്നത്. ചേട്ടാ, കൂട്ടത്തിലൊരു ജനപ്രതിനിധി ഉണ്ടായിട്ട് ഇപ്പോഴാണോ വരുന്നേ? ഞങ്ങളിതാ മ്യൂസിക് ക്ലബിൽ ഇറങ്ങാൻ പോവായിരുന്നു, ഒറ്റ അട്ടി വെച്ചു. ബജറ്റ് സമ്മേളനം നടക്കല്ലേ, വരാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഫ്ലൈറ്റ് പിന്നെ പഴയ ചില കണക്കുകൾ തീർക്കാനുണ്ടല്ലോ, അതാ വന്നത്. ഇത് കഴിഞ്ഞ് എന്നതാ പരിപാടി? ഇത് കഴിഞ്ഞാല് ഓഡിറ്റോറിയത്തില് ഗെറ്റ് ടുഗദർ, അവിടെ തന്നെ ഡിന്നറും. അത് കഴിഞ്ഞ് എല്ലാരും കൂടി ഹോസ്റ്റലിൽ സന്തോഷമായി തങ്ങിയിട്ട് നാളെ രാവിലെ മടങ്ങി. സോറി സർ, ബാംഗ്ലൂരിലെ പ്രോഗ്രാം കഴിഞ്ഞെത്തിയപ്പോ ലേറ്റ്. അതൊന്നും സാരമില്ല, ഇവിടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോ ഇറങ്ങിന്ന് പറഞ്ഞു. എനിക്ക് വരുന്ന വഴിക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. താര, വാസു, നിന്നെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യായിരുന്നു. ഓ, കരയാതെ. എക്സ്ക്യൂസ് മീ, പയസിന്റെ മിസ്സസ് അല്ലേ? അതെ, ഞാൻ താര. പ്രിൻസി. മോളെന്തിനാ കരയുന്നേ? സുഖമില്ല. വണക്കം. താങ്ക് യു. ബിഷപ്പിന്റെ മീറ്റിംഗ് ഇപ്പോഴാ തീർന്നത്. ഞാനധികം ലേറ്റായില്ലല്ലോ. അച്ചോ. സതീശൻ. ആഹാ, പഴയ വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ. മുരളിയുടെ ഫോട്ടോ
ശരിക്കും ജീവനുള്ളതുപോലെ. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് 15 വർഷമായെന്ന് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. ഇച്ചായ, ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാം കഴിഞ്ഞാലുടനെ മോളെയും കൊണ്ട് നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോകണം. എന്നാ പറ്റി? കാഞ്ഞിരപ്പള്ളിയിൽ നല്ലൊരു പീഡിയാട്രീഷ്യൻ ഉണ്ട്. രാത്രി 8 മണിക്ക് ചെന്നാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? താരാക്കുറിപ്പ്. എന്തു പറ്റി? ഒന്നുമില്ല. ശരിക്കും താര ഡോക്ടറോട് ബെഗ് ചെയ്തിട്ടാ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. ഇത് മോളുടെ കാര്യമാണേ, ഒരു ഒഴികഴിവും പറയരുത്. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. നീ ചെല്ല. എന്റെ മോളുടെ കാര്യത്തില് അവക്കെന്താ ഇത്ര ഇൻട്രസ്റ്റ്? ഇനി നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പഴയതിനൊക്കെ പ്രതികാരം ചെയ്യാനുള്ള വല്ല പരിപാടിയാണോ? അവസാനമായി, സ്കൂളിൽ പഠിച്ചിരുന്ന നാൾ മുതൽ ക്ലാസിക്കൽ ഡാൻസിന് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ തന്റെ നൃത്ത ചുവടുകൾ കൊണ്ട് ഈ കോളേജിലെ ഓരോ മൺതരിയെയും കോരിത്തരിപ്പിച്ച ഇന്ന് ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന നർത്തകിയായ നമ്മുടെ കൂടുതൽ റബ്ബർ ചേർക്കല്ലേ വാസു, വല്ലാണ്ട് വലിയുന്നു. റബ്ബറിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. മുൻ MLA-യും ഇപ്പോൾ മാവേലിക്കര MP-യുമായ അച്യുതക്കുറുപ്പിന്റെ മകൾ താരാക്കുറുപ്പ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ ഒന്നിക്കണം എന്നുള്ളത് മുരളിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ സന്തോഷം. വാസു പറഞ്ഞതുപോലെ ഞാൻ ഇന്നൊരു പ്രൊഫഷണൽ ഡാൻസറാണ്. കൂടാതെ എറണാകുളത്ത് ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട്. കല്യാണം ആയിട്ടില്ല. ഇത്ര പ്രൗഢിയും പത്രാസും ഒക്കെ ഉണ്ടായിട്ടും നീ എന്നതാ കുഞ്ഞ ഇങ്ങനെ കെട്ടാതെ നിൽക്കുന്നത്? പറയേ, ഞങ്ങൾ കേക്കട്ടെ. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ്. ജീവിതത്തിന്റെ വഴി ഒരിക്കൽ തെറ്റിയാൽ പിന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്താലേ ശരിയായ വഴിയിൽ എത്താൻ പറ്റൂ. That's all about me. ഇത് മെത്രാനച്ചന്റെ ഇടയലേഖനം പോലെ ആയല്ലോ, ഒന്നും മനസ്സിലായില്ല. ഓ, ആരാത്? അതെ, കറുത്ത പർദ്ദയണിഞ്ഞ് ഒരു പെൻഗ്വിനെ പോലെ ഈ കോളേജിന്റെ ഇടനാഴികളിലൂടെ നടന്ന് നീങ്ങിയ റസിയ വന്നെത്തിരിക്കുകയാണ്. ഗിവ് ഹർ എ ബിഗ് ഹാൻഡ്. റസിയെ കാണാതായപ്പോ ഞങ്ങൾ അങ്ങ് തുടങ്ങിയെന്ന് വെച്ചാൽ എല്ലാരും കഴിഞ്ഞ 10-14 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അതെ, റസിയയ്ക്കും അത് പറഞ്ഞ് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും ലക്ഷ്മിയും റസിയെ കോണ്ടാക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ ആരും ഒന്നും അവളോട് ചോദിക്കില്ല എന്ന ഉറപ്പിലാണ് റസിയ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? റസിയ, അവിടെ പോയിരുന്നോ. എന്താ അടുത്ത പരിപാടി? നിങ്ങൾ കോളേജിൽ പഠിച്ച ആ കാലം അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ പണ്ട് ടൂറിന് പോയപ്പോ പാടിയ പാട്ടില്ലേ, എല്ലാവരും അതൊന്നുകൂടി പാടണം. നിങ്ങളുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും കുട്ടികളും ഒക്കെ ഒന്ന് കേക്കട്ടെ. ഒന്ന് പാടൂന്നേ. Come on, come to the mood. 1, 2, 3, 4